ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ നമ്മുടെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ നിന്ന് കുറച്ച് അയണൊക്കെ നമ്മൾ കിട്ടിയായിരുന്നു. അത് വെച്ച് നമ്മൾ ഹെൽമെറ്റ് ഉണ്ടാക്കി ഗൈസ്. ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഒരു കേവ് കണ്ടുപിടിച്ച ഡയമണ്ടും അയണൊക്കെ ഒപ്പിക്കാൻ എളുപ്പം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുത്തേക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു അയൺ പിക്കാസ് ഉണ്ട്, പിന്നെ ഒരു അയൺ സോഡും ഉണ്ട്. അയൺ ഗോളത്തിന് എവിടെയെങ്കിലും കാണുന്നത് ഇതേ അവിടെ അയൺ ഗോളം അല്ലേ നിൽക്കണം. ആകാശം അതേ അയൺ ഗോളോ അതിനെ നമുക്ക് കൊല്ലാം. ഭാഗ്യം അടിച്ച ഒറ്റയടിക്ക് എത്തുമോ അതിൻ്റെ. ഇനി എവിടെയെങ്കിലും 3 ബ്ലോക്ക് വെച്ച് നമുക്ക് നിൽക്കാം. ഇവിടെ നിൽക്കാം. ഇത് വന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പോകാം ഗൈസ്. ഇനി ഇവിടെ വെക്കാം. കൈവച്ചടിക്കണമെങ്കിൽ കുറേ അടിക്കേണ്ടി വരും. ഇതിന് 50 ഹാർട്ടാണ്. അത് കാരണം കൈവച്ചടിക്കുകയാണെങ്കിൽ 1/2 ഹാർട്ടേ പോകുള്ളൂ. 1/2 ഹാർട്ടും അപ്പോൾ 50 ഹാർട്ട് 100 പ്രാവശ്യം നമ്മൾ അടിക്കേണ്ടി വരും കൈവച്ച്. ഇത് അയൺ സോഡ ഉള്ള കാരണം കുഴപ്പമില്ല. 5 അയൺ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 3 അയൺ 4 അയണൊക്കെ ഡ്രോപ്പ് ചെയ്യണ്ട, പക്ഷെ 5 അയൺ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഈ ക്രാഫ്റ്റിൻ്റെ അവിടെ പൊട്ടിച്ചെടുത്തേക്കാം. ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കേവിലൊക്കെ പെട്ടെന്ന് കയറാമായിരുന്നു. പിന്നെ മറ്റേ ഒബ്സീഡിയൻ വെച്ചൊക്കെ വെച്ച് നെതർ പോർട്ടൽ ഉണ്ടാക്കാമായിരുന്നു. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഗോൾഡൻ ആർമറൊന്നും ഇട്ടില്ലെങ്കിൽ ആ പിഗ്ലിങ്സൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. പിഗ്ലിങ് റൂട്ട് ആക്സ് വെച്ചുകൊണ്ട് വരും. ഗോൾഡൻ ആക്സ് വെച്ച് നമ്മളെ ഡയമണ്ട് ആർമറാണെങ്കിൽ ഒരുപാട് കാട്ട് തുറക്കും. ഈ പശുക്കളൊക്കെ ഒന്ന് കുറച്ച് ഭക്ഷണം വേണം, വിശക്കണുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കോബിൾ സ്റ്റോൺ ഇല്ലത്. ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട് ഗൈസ്. നിങ്ങൾ പിക്കാക്സ് വെച്ച് പൊട്ടിച്ചേക്കാം. കുറച്ച് മതി ഗൈസ്, ഫർണേസിന് അധികം വേണ്ട. കുറച്ചിരിക്കട്ടെ, എന്നാലും ഇച്ചിരി കൂടി പൊട്ടിച്ചേക്കാം. ഇവിടെ നിന്നും കൂടി ഒന്ന് എടുത്തേക്കാം. ഓക്കെ, ഇത്രയും കൂടി മതിയാവും ഗൈസ്. ഇനി നമുക്ക് ഫർണേസ് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്തിട്ട് 31 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഫർണേസിൻ്റെ റെസിപ്പി വന്നിട്ടുണ്ട്. ഫർണേസ് ഉണ്ടാക്കിയിട്ട് കോള് ഉണ്ടായിരുന്നെങ്കിൽ കുറേ നേരം ഫർണേസിൻ്റെ നിന്നേന്. കോള് നമ്മുടെ ഇല്ല. രാത്രി ആറായി ഗൈസ്. പെട്ടെന്ന് ഫർണേസ് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫുഡൊന്ന് ഇതാക്കണം. ഇച്ചിരി മരവും കൂടി എടുത്തേക്കാം. അതിന് മരം കുറവാണ്. മരമാണെങ്കിൽ കോളാണെങ്കിൽ 2 കോള് മതിയാകും, പക്ഷെ മരമാണെങ്കിൽ പറ്റൂല, കുറച്ച് മരം വേണ്ടി വരും. ഇനി നമുക്ക് ബ്ലാങ്ക്സ് ആക്കാം, ഇല്ലെങ്കിൽ 2 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ രാത്രിയാവാറായി. ഇപ്പം തന്നെ സോംബികളൊക്കെ ഇറങ്ങും. ഈ ഫർണേസിൽ നമുക്ക് ഇതങ്ങ് വെച്ചിട്ട് ആ വില്ലേജിൽ പോയി കിടക്കാൻ. നമ്മുടെ ബെഡൊന്നുമില്ല. ഓക്കെ, ഈ വീട്ടിൽ കിടന്നുറങ്ങാം ഗൈസ്. ഇതാരും ഇവിടെ കുട്ടി വില്ലേജർ. ഓക്കെ, റീസ്പോൺ പോയിന്റ് സെറ്റ്. ഇത് വെന്തിട്ടില്ല ഗൈസ്. ഇനി 7 എണ്ണം കൂടി വേകാനുണ്ട്. 2 അയൺ ഗോളം ഉണ്ടായിരുന്നെങ്കിൽ കുറേ അയൺ എടുക്കാമായിരുന്നു. ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി ഉണ്ടാക്കിയാൽ പിന്നെ നല്ലൊരു ആർമർ സെറ്റായി. ചെസ്റ്റ് പ്ലേറ്റും കൂടി മതി ഒരു ആർമറിന്. നമ്മുടെ ഇപ്പോൾ 1 അയണേ ഉള്ളൂ. ഇനി നമുക്ക് ചെസ്റ്റ് പ്ലേറ്റിന് ഇത്ര അയൺ വേണ്ട.
നമുക്ക് ചെസ്റ്റ് പ്ലേറ്റിന് 8 അയൺ വേണം ഗൈസ്. നമ്മുടെ ആകെ ഇച്ചിരി അയണുള്ളു. ഇത് നമ്മൾ കയറിയ ബ്ലാക്ക് സ്മിത്ത് തന്നെ. ഞാൻ അറ്റത്തൊരു ബ്ലാക്ക് സ്മിത്ത് എവിടെ കണ്ടായിരുന്നു, എവിടെയെന്ന് ഓർക്കണില്ല. ഇത് അത് നമ്മൾ കയറിയ ബ്ലാക്ക് സ്മിത്തിൻ്റെ കട. നമ്മുടെ ഫർണേസ് 6 റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നീ ഫർണേസ് അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. ഫർണേസും ക്രാഫ്റ്റിംഗ് ടേബിളും. ഓക്കെ, ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേവ് കണ്ടുപിടിക്കണ വരെ ഒരു ഇതില്ല. അയൺ ഉണ്ടാവും അവിടെ. ഡയമണ്ട് വൈ ലെവൽ 12 ഡയമണ്ട് ഉണ്ടാവണം. വൈ ലെവൽ 12 വൈ ലെവൽ -50 ബെഡ് റോക്കിൻ്റെ ഒക്കെ വരത്തില്ലേ, അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് കുഴിച്ചാൽ മതി. ഡയമണ്ടൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഈ വെള്ളത്തിലൊരു സാധനം ഡ്രോൺ എന്ന് പറഞ്ഞാൽ ആ സാധനം നമ്മളെ ഒരു ട്രൈഡൻ്റ് വെച്ച് അറ്റാക്ക് ചെയ്യും. അന്നേരം നമ്മുടെ ഹാർട്ട് ഭയങ്കരമായിട്ടും കുറയും. ആ ഡ്രോണിനെ കൊന്നൊരു ട്രൈഡൻ്റ് കിട്ടും. ആ ട്രൈഡൻ്റ് വെച്ച് നമുക്ക് എറിഞ്ഞാൽ 2-3 അടി മതി സോംബീനെയൊക്കെ കൊല്ലാൻ. പക്ഷേ എന്തിനെ കൊല്ലുമ്പോഴേ ലൈഫ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. ലൈഫ് കുറഞ്ഞ ട്രൈഡൻ്റ് നമുക്ക് കുറച്ചേ എറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് അവിടെ കുറേ മരമുണ്ട്. ഇത് വേറെ ബ്ലാക്ക് സ്മിത്താന്ന് തോന്നുന്നത്. അവിടെ കാണണം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇത് വേറെ ബ്ലാക്ക് സ്മിത്താന്ന് തോന്നുന്നത്. ആ ഗൈസ്, ഇത് വേറെ ബ്ലാക്ക് സ്മിത്ത. കുറേ അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. 6 അയണുണ്ട് ഇപ്പം നമ്മുടെ. പിന്നെ ഒരു ബൂട്ടും ഒരു ലെഗീൻസും, പിന്നെ 3 ഗോൾഡ് ഇങ്കോട്ടും 5 ഒബ്സീഡിയനും ഒരു സോഡും, അയൺ സോഡ്. മരങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. സ്റ്റിക്കൊക്കെ മരമില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ സ്റ്റിക്കൊക്കെ കിട്ടാൻ പാടാണ് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാൻ നേരത്തെ. അതൊരു കേവാണ് ഗൈസ്. ആ കുഞ്ഞി കേവാന്ന് തോന്നുന്നു. അവിടെ കോളുണ്ട്. കോള് നമുക്ക് എടുക്കാം ഫർണേസി വെക്കാനായിട്ട്. കോളിനേക്കാളും നല്ലത് കോളാണെന്നറിയില്ല. ചാർക്കോള് ലോഗ് വെച്ചാൽ മതി. മറ്റേ മരം അത് വെച്ചാൽ നമുക്ക് ചാർക്കോൾ കിട്ടും ഫർണേസി വെച്ചാൽ. ഇത്രയും കോളേ ഉള്ളൂ ഇവിടെ. വേറെ അകത്തോട്ട് കേവണ്ട ഗൈസ്. ഇല്ല, ഇത് കുഞ്ഞി കേവ. നമുക്ക് മേളോട്ട് പോവാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ഇനിയും കയറാനുണ്ട്. ഓക്കെ, ഇവിടെ 2 ബ്ലാക്ക് സ്മിത്തുള്ള ഇതുണ്ടായിരുന്നു. ചില വേണ്ടി 4 ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും. അവിടെ നല്ല ലൂട്ടും ഉണ്ടാവും. ഈ മരങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. ഇതൊരു കുഞ്ഞു വില്ലേജാണ് നിൽക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ട കേവ ഗൈസ്. നമുക്ക് ഡയമണ്ടൊക്കെ ഒപ്പിക്കണം. ഡയമണ്ട് ആർമർ ഇട്ടാൽ കുറേ ഇത് കുറയും. കുറേ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.